ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് തൃശ്ശൂരേക്കുള്ള ഒരു യാത്രയിലാണ്. ചങ്ങായിക്ക് അവിടെ നിന്ന് കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ കണ്ണൂര് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. അവിടെ നല്ലൊരു വെജ് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഹോട്ടലിന്റെ പേര് മറന്നുപോയി. വെജ് ബിരിയാണി. അങ്ങനെ വെജ് ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് കണ്ണൂർ കോക്ടെയിലിൻ്റെ ഒരു ഔട്ട്ലെറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു കോക്ടെയിൽ കൂടെ കുടിച്ചിട്ടാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയത്. ആ കോക്ടെയിൽ കുടിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സൗണ്ട് പോയത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമ്മൾ നേരെ ഓടിച്ചാടി സൈഡ് സീറ്റ് തന്നെ പോയി പിടിച്ചു ഫസ്റ്റ് തന്നെ. അങ്ങനെ കോഴിക്കോടൊക്കെ എത്തി അവിടെ നിന്നൊരു ചായയൊക്കെ ഇടയ്ക്ക് കുടിച്ചു. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. നമ്മളിങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് യാത്ര പോകുമ്പോൾ സമയം പോകുന്നത് മനസ്സിലായില്ല. നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല ബോറായിരിക്കും ഇത്. ഞാൻ പൈസ കൊടുക്കണം. അങ്ങനെ ഒത്തിരി നേരത്തെ യാത്രയ്ക്ക് ശേഷം അവസാനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ നടന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് ഒരു ബസ്സിൽ കയറി. നമുക്ക് കാർ എടുക്കേണ്ട സ്പോട്ടിലേക്ക് കുറച്ച് പോകാനുള്ളതുകൊണ്ട് ബസ്സിൽ കയറി നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ ചങ്ങായി എടുക്കുന്ന കാറൊക്കെ കണ്ട് അവരുടെ വീട്ടിലെത്തി. കുറച്ച് സമയം സംസാരിച്ച് കാറിനെ കുറിച്ചൊക്കെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഈ നീലബനിയൻ പുതിയൊരു അതിഥിയാണ്, ചങ്ങായിൻ്റെ ചങ്ങായിയാണ്. ഇവൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് അവനാണ് നമ്മൾ അവിടെ KSRTC ഇറങ്ങി അവിടെയൊക്കെ കൊണ്ടുപോയിട്ടതൊക്കെ. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടുള്ള കാറ്, ചങ്ങായിൻ്റെ കാർ എന്ന് പറഞ്ഞാൽ നമ്മളീ കൂടെ കാറാണല്ലോ. അപ്പോൾ ആ കാറും എടുത്ത് അവിടുന്ന് ആര്യൻ നേരത്തെ കണ്ടില്ലേ, അവൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടെ കുറച്ച് സമയം ഇരുന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഫ്രഷൊക്കെ ആയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ആര്യൻ്റെ വക ഫ്രണ്ടിന് വലിയൊരു പഴക്കൊല കൂടെ കൊടുത്തു. തൃശ്ശൂരിൻ്റെ സ്നേഹം. അവിടുന്ന് യാത്ര തിരിച്ചു. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ് വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ. അപ്പോൾ രാത്രി ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മൾ അവിടെ പോയി. അവിടെ അപ്പോഴും ആ സമയത്തും ഭയങ്കര അളക്കെയായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വേറെ തന്നെ ഒരു വൈബാണ് ഇങ്ങനെ ഈ രാത്രിയൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്.
പ്രത്യേകിച്ച് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ശിവരാത്രി ആയതുകൊണ്ട് അതിൻ്റെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലാണെന്നുള്ളത് അവിടെയുള്ള ഒരാൾ പറഞ്ഞു. അപ്പോൾ പ്രധാന കവാടം ഇതല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പ്രധാന കവാടത്തിലേക്ക് പോയി. അവിടെയാണ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ ഈ സ്ലീപ്പർ ടിക്കറ്റ് അവൈലബിൾ ആണ്. സ്ലീപ്പർ ടിക്കറ്റ് സ്റ്റേഷനിൽ കിട്ടും. സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ജനറൽ കാണണം. സ്ലീപ്പർ ബസ്സിൽ S1 മുതൽ S9 വരെ അതിൽ കയറി കഴിഞ്ഞാൽ ടീച്ചറിനോട് പറയും ഇങ്ങനെ സാർ AC ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസലായി, ബാക്ക് സൈഡ് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ഒരു ടിക്കറ്റ് തന്നെ തരാൻ പറഞ്ഞു തരും. അങ്ങനെ ടിക്കറ്റ് ഒരു നമ്പറിനൊക്കെ പറഞ്ഞു തരും. ഞാൻ അതിൽ ഒരു കളറിയാണ് അവിടെ സ്റ്റേജിൽ ഡാൻസ് പരിപാടിയും പിന്നെ നാളത്തേക്കുള്ള ഒരുക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് കുറേ സമയം. കാരണം നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നതല്ല, വല്ലപ്പോഴൊക്കെ ഇവിടത്തേക്ക് വരാറുള്ളൂ. അവിടെ നിന്ന് പിന്നെ ചെറിയൊരു രുദ്രാക്ഷത്തിൻ്റെ ഒരു മാല, പിന്നെ കാറിൽ വെക്കാനുള്ളൊരു ചെറിയൊരു വിഗ്രഹം പോലുള്ള സംഭവം, അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ട 2 ടോയ്സും അതൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് നേരെ യാത്ര വീണ്ടും തിരിച്ചു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും തന്നെ സൗണ്ടൊക്കെ മെല്ലെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സൗണ്ടാണ് ഇതുവരെ കിട്ടാത്തത്. പനിയുടെ ശങ്കയായിരുന്നു. അപ്പോൾ ഒരു ചൂട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഈ കാന്താരി മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് ഇഞ്ചി മിഠായിയൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ബാക്കി യാത്ര തുടങ്ങിയത്. അങ്ങനെ അവിടെ നിന്നൊരു ചായയും കുടിച്ച് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര നാട്ടിലേക്ക് തിരിച്ചു. പിന്നെ അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിനിടയ്ക്ക് വേറെ ചായ പിടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പനി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ അവിടെ നിന്ന് തൃശ്ശൂർ യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു.